ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു റീസ്റ്റോക്ഡ് കളക്ഷൻ ആണ്. ഇതും നമ്മൾ എന്തോരം തവണ റീസ്റ്റോക്ക് ചെയ്തെന്ന് എന്തോരം അറിഞ്ഞുകൂടാ. അത്രയും തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഹെവി കോട്ടൺ ഹെക്കോബ ഫാബ് പാറ്റേണിൽ വരുന്ന ഒരു ഐറ്റം ആണ്. അതുകൊണ്ട് സെമി സ്റ്റിച്ച്ഡ് ഫോമിലാണ് വി ഷേപ്ഡ് നെക്ക്. അതിൽ 3 ലെയേഴ്സ് ആയിട്ടാണ് നെക്ക് പാറ്റേൺ കൊടുത്തേക്കുന്നത്. ഒരു ലീസ് ബോർഡർ, ഒരു മിറേഴ്സ് കൊണ്ടുള്ള ഹാൻഡ് വർക്ക്, പിന്നെ ഇതുപോലെ ഒരു പാച്ച് വർക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഹെവി കോട്ടൺ ഹെക്കോബ ഉണ്ട്. ഇത്രയും ഒത്തിരി കളർ ഷെയ്ഡ്സും വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് തവണ ഭയങ്കര ഡിമാൻഡിൽ നിൽക്കുന്ന ടൈപ്പ് സെറ്റ്സ് ആണ്. പിന്നെ നമ്മൾ തന്നെ ഒരുപാട് സ്ഥിരം കാണുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം, ഒരുപാട് തവണ നമ്മളിപ്പോൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക. മാക്സിമം കളർ ഗാർഡ്, ഇത് ഒത്തിരി ഭയങ്കര ഹെവി കളർ ഷെയ്ഡ്സിലല്ല ഡൈ ചെയ്തിരിക്കുന്നത്, എങ്കിലും പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ മാക്സിമം കളർ ഗാർഡ് ഇട്ട് തന്നെ വാഷ് ചെയ്യുക. ഇത്രയും കളർ ഷെയ്ഡ്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഞാൻ ഒന്നുകൂടെ കാണിക്കാം, നമ്മുടെ പുതിയ ആയിട്ടുള്ള വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടി. ഇതുണ്ടോ, ഇതിൽ മെയിൻലി ഒരു വളരെ ഹെവി ആയിട്ട് ഇങ്ങനെ പാനൽ വർക്ക്, പിന്നെ വന്നിട്ടുണ്ട് പിൻഡക്ക്, പിന്നെ അഗെയിൻ ആ ഒരു കോട്ടൺ ഹെക്കോബ പാച്ച് കൊടുത്തിരിക്കുന്നത് വിത്ത് വളരെ ഹെവി ആയിട്ടുള്ള ലേസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലോഗോ പാർട്ട്. ക്രോഷോ ലേസും ഹൊറിസോണ്ടൽ പാറ്റേണിലാണ് ആ ഒരു പാച്ച് പോയിരിക്കുന്നത്. ഇതാണ് ഓവറോൾ ലുക്ക്. ദുപ്പട്ട കോട്ടൺ ചെക്സിലെ ബോർഡേഴ്സിൽ ആ സെയിം കോട്ടൺ ഹെക്കോബ പാച്ച് വിത്ത് ക്രോഷോ ലേസ് ആൻഡ് കോട്ടൺ ബോട്ടം. ഇത് നല്ലൊരു പാരറ്റ് ഗ്രീൻ കളർ ഷെയ്ഡിലാണ്. ഇനി പെട്ടെന്ന് നമുക്ക് കളേഴ്സ് കാണാം. വളരെ ഡിമാൻഡിൽ നിൽക്കുന്ന ടൈപ്പ് സെറ്റ്സ് ആണിത്. വിത്ത് PV കോട്ടൺ ഓർ കോട്ടൺ ഫാബ്രിക്കിലാണ് എല്ലാത്തിലും ബോട്ടം കൊടുത്തേക്കുന്നത്. ഇത് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡാണ്. പിന്നെ ഇതുണ്ടോ, സെമി സ്റ്റിച്ച്ഡ് ഫോമിലാണ് എൻ്റെ നെക്ക് വന്നേക്കുന്നത്. അത് ബാക്കിൽ വർക്ക് ഉണ്ട്. അപ്പം നെക്ക് ഒത്തിരി ഇറങ്ങിയാണ്. ഒത്തിരി പേര് അങ്ങനെ ചോദിച്ചായിരുന്നു, ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നു. അപ്പം അങ്ങനെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ഇതുണ്ടോ സെയിം ഫാബ്രിക് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പാച്ച്, കോട്ടൺ ഹെക്കോബയുടെ പാച്ച് ഇങ്ങനെ ഇവിടെ വരെയും കൊടുത്ത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ അത്രയും ഒത്തിരി ഓപ്പൺ ആയിട്ടെന്നുള്ള ആ ഒരു ഫീൽ ആർക്കും വരില്ല. ചില കസ്റ്റമേഴ്സിന് ഒത്തിരി ഇറങ്ങിപ്പോയിട്ടുള്ളൊരു ചെറിയ സജഷൻസ് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇല്ല, എന്നാലും അതെങ്ങനെ ചെയ്യണമെന്ന് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ഓവറോൾ ലുക്ക്. നല്ലൊരു വയലറ്റ് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആണ്. ഇനിയിപ്പോൾ സമ്മർ ടൈമൊക്കെയാണ്, അപ്പം വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതൊക്കെ വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. വളരെ ഹെവി ആയിട്ടുള്ള കോട്ടൺ ഹെക്കോബ പിൻഡെക്ക് വിത്ത് ഇതുപോലെ ഫുൾ പാച്ച് വർക്ക് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു റാണി പിങ്ക് പോലെ നിൽക്കുന്ന ഒരു ഷെയ്ഡ്. 1440 ഇതിന്റെ പ്രൈസ്. ടെസ്റ്റി ലാവൻഡർ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ പാറ്റേൺ സെയിം. ഇത് ലാവൻഡറിനെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. കോട്ടൺ, ഫുൾ കോട്ടൺ ഹെക്കോബ കോട്ടൺ ചെക്സിൽ ദുപ്പട്ട ആൻഡ് പ്യുവർ കോട്ടൺ ഫാബ്രിക് തന്നെ വരുന്ന ബോട്ടം. സോ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇത്രയും ഒരുപാട് കളർ ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ലൈറ്റ് മെവോ പിങ്ക് പോലെ നിൽക്കുന്ന കളർ ഷെയ്ഡ് ഉണ്ട്. കോട്ടൺ ചെക്സ് ആണ്. ലൈറ്റ് വെയ്റ്റ് ദുപ്പട്ട വിത്ത് ഹെവി ബോർഡർ ചെയ്തിരിക്കുന്നു. കോട്ടൺ ഹെക്കോബ പാച്ച് ഉണ്ട്, ക്രോഷോ ലേസും വരുന്നുണ്ട്. ആൻഡ് ടോപ്പ് ഫുള്ളി ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു നെക്കും പിൻഡക്ക് വർക്കും പാച്ച് വർക്കും ആണ്. ബാക്ക് സൈഡ് ജസ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്നത് വിത്തൗട്ട് എനി വർക്ക്. അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. 1440 പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.